ഹായ് ഫ്രണ്ട്സ്, സാബിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ദിവസം മനോരമ മാക്സിൻ്റെ ഭാഗത്തു നിന്നും കുറേ സിനിമകൾ, 7ഓളം മലയാള സിനിമകളുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. കമ്മിങ് സൂൺ പോസ്റ്ററും ഡേറ്റും ഒക്കെ വന്നിട്ടുള്ള പോസ്റ്ററുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റുകളാണ്. അത് ഏതൊക്കെ സിനിമകളാണ്, എന്തൊക്കെയാണ് റിലീസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 7ഓളം സിനിമകളാണുള്ളത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ജയരാജ് സംവിധാനം ചെയ്ത ശാന്തമി രാത്രിയിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. കെ.ആർ. ഗോകുലിനെ നിങ്ങൾ പരിചയം ഉണ്ടാവും. ആടുജീവിതത്തിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച നടനാണ് കെ.ആർ. ഗോകുൽ. എസ്ത്രനിലും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിദ്ധാർത്ഥ ഭരതനുണ്ട്. ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട് മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്നും. എന്നാലും ഈ മാസം തന്നെ, ആഗസ്റ്റ് മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മലയാള സിനിമയാണ്, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിലൂടെ ഒരു മലയാള സിനിമയാണ് ഏത് നേരത്താണാവോ എന്ന് പറഞ്ഞ സിനിമ. ആഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഈ സിനിമ മനോരമ മാക്സ് റിലീസ് ചെയ്യുന്നത്. അവർ ഒഫീഷ്യലി ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത 2018 റിലീസ് ചെയ്തൊരു മലയാള സിനിമയായിരുന്നു കഥ പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമ. സിദ്ധാർത്ഥ മേനോനും താരുഷി, ദിലീഷ് പോത്തൻ, ഷഹീൻ സിദ്ദിഖ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമ ഈ മാസം തന്നെ മനോരമ മാക്സ് റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ മാസം തന്നെ, ആഗസ്റ്റ് മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ദിലീഷ് പോത്തൻ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു മലയാള സിനിമയാണ് മനസാ വാച എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ആഗസ്റ്റ് മാസം 9-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ സ്വാസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയായിരുന്നു വാസന്തി എന്ന് പറഞ്ഞ സിനിമ. കുറെ അവാർഡുകളൊക്കെ നേടിയ സിനിമയാണ്. ഈ മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് മനോരമ മാക്സിൽ ഉണ്ടാവുന്നതാണ്. കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് സൂപ്പർ സിന്ദഗി, ഇത് നടന്ന കഥ എന്ന് പറഞ്ഞ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനും മുകേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ അനശ്വരാജൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു പ്രേക്ഷക പ്രതികരണം നേടിയ സിനിമയായിരുന്നു വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് സ്വാതന്ത്ര്യദിനം സ്പെഷ്യലായിട്ട് ആഗസ്റ്റ് മാസം 14-ാം തീയതി മനോരമ മാക്സിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്, ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ഒരു മാസം മനോരമ മാക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളായിട്ടുള്ളത്. വേറെയും സിനിമകൾ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം പിന്നെ ഓണമൊക്കെ വരികയാണ്. അടുത്ത മാസം ഫസ്റ്റോട് കൂടി തന്നെ ഓണമൊക്കെ വരികയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും സിനിമകൾ മനോരമ മാക്സിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾ കാണുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അപ്പുറത്താൻ ശ്രമിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.